ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഏഷ്യാനെറ്റ് ചാനലിൽ വരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6 മജോറിറ്റി ആൾക്കാരും ബിഗ് ബോസ് കാണുന്നവരാണ്, അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നവരാണ്. എല്ലാവർക്കും അവരുടേതായ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് കാണും. ആ കണ്ടസ്റ്റൻറ്റുകളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ കണ്ടസ്റ്റൻറ്റുകളുടെ കാര്യം എടുത്തിടുന്നു. നമുക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻറ്റുകളെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നു. പിന്നെ അതിനെക്കുറിച്ച് റിവ്യൂ ഇടുന്നവരൊക്കെ അതിൻ്റെ അകത്ത് കണ്ട കാര്യങ്ങൾ അവരുടേതായ രീതിയിൽ വിമർശിക്കുന്നു. നമ്മൾ മജോറിറ്റി ആൾക്കാർ കാണുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഒരു 40% ആൾക്കാർ ഈ വീഡിയോസ് കാണാത്തവരാണ്. അപ്പം ഞാനൊക്കെ എന്ന് പറയുമ്പോഴത്തേനും 5 സീസൺ വരെ റെഗുലറായിട്ട് കാണുന്ന ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. വല്ലപ്പോഴും സമയം കിട്ടുമ്പോഴത്തേനും ചെറിയ റീൽസൊക്കെ അല്ലെങ്കിൽ ചെറിയ ഷോർട്ടൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേനും കാണുന്നു എന്നല്ലാതെ കൂടുതലായിട്ട് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഈ സീസൺ തൊട്ടാണ് നമ്മൾ ദിവസവും അതിൻ്റെ അപ്ഡേറ്റുകൾ കാണുന്നു, മറ്റുള്ളവർ പറയുന്ന റിവ്യൂസ് നമ്മൾ ശ്രദ്ധിക്കുന്നു, നമ്മുടെ രീതിയിൽ ചെറിയ അഭിപ്രായങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്നു. ഇപ്രാവശ്യം ഞാൻ സമയം കൂടുതൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് കാണാനാണ്. പക്ഷേ എന്താണോന്നറിയില്ല, ഗബ്രി എവിക്റ്റ് ആയതിനു ശേഷം എനിക്ക് റെഗുലറായിട്ട് കാണുന്നതേ ഇഷ്ടമില്ല. എൻ്റെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ഗബ്രി ആയിരുന്നു. നമുക്കറിയാം, ജാസ്മിനുമായിട്ട് ഗബ്രി ഒരു ലവ് കോംബോ ഉണ്ടാക്കിയിട്ട് പലരും പല രീതിയിലായിരുന്നു എതിരഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എന്നിരുന്നാലും ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു എനർജി കണ്ടിരിക്കാൻ രസമായിരുന്നു. അത് റൊമാൻസും കാര്യങ്ങളും അതൊരു ചെറിയ കോർണറിൽ നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി അവർ മറ്റ് ആക്ടിവിറ്റി സമയത്തിൽ ഗെയിം കളിക്കുന്നതായിക്കോട്ടെ, അത് അല്ലാത്ത സമയത്ത് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നത്, ഇടപഴകുന്നത്, അടി വഴക്ക് എല്ലാം കൂടെ ഒരു ചെറിയ ഒരു കണ്ടിരിക്കാൻ രസമുള്ള ഒരു ആകത്തുക എന്ന് പറയുന്നത് പോലെ രസമായിരുന്നു കണ്ടിരിക്കാൻ. ഇപ്പം പറയുമ്പോൾ ഗബ്രി അങ്ങ് എവിക്റ്റായി. കാരണം ഗബ്രിനേക്കാളും മുമ്പേ പോകാൻ സാധ്യതയുള്ള പാഴികൾ ഇപ്പോഴും അവിടെ നല്ല രീതിയിൽ വിഹരിക്കുന്നു. ഗബ്രി നേരത്തെ എവിക്റ്റായി. ഒരുപക്ഷെ ആൾക്കാരുടെയൊക്കെ ഇഷ്ടം കുറഞ്ഞുകൊണ്ട് ഗബ്രിക്ക് കുറച്ച് വോട്ടിങ് കിട്ടിയതുകൊണ്ടായിരിക്കാം. പക്ഷേ ഗബ്രി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ജാസ്മിൻ ഒരു വീക്കായി പോയല്ലേ. അവിടെ ഇവിടെ ഇടയ്ക്ക് ജാസ്മിനെ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് ഒറ്റപ്പെടുത്തും. റസ്മിനുമായിട്ടുള്ള പ്രശ്നം തന്നെ. റസ്മിന് നമുക്കറിയാം, ശ്വേതാ മേനോനും സാബുമോനൊക്കെ വന്നതിന് ശേഷം രണ്ടാമത്തെ ദിവസം ജാസ്മിനായിരുന്നു റോബോ. അപ്പം ജാസ്മിൻ്റെ ഒരു ഡാൻസ് പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി ശ്വേതാ മേനോൻ പറഞ്ഞപ്പോഴത്തേനും എല്ലാവരെയും ഈ ലിവിങ് ഏരിയയിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോഴത്തേനും റസ്മിനും അൻസിബയൊക്കെ കിച്ചൺ ടീമിൽ വർക്ക് ചെയ്തപ്പം ഇവള് പോയി വിളിച്ചിട്ട് വന്നില്ല. അപ്പം റസ്മിൻ കയ്യാങ്കളി ചെയ്യുകയും നമ്മളെല്ലാവരും കണ്ടതാണ്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കാരണം ഞാൻ 1-2 വീഡിയോസിന് കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്തതും ഞങ്ങൾ ഗബ്രീനെ ഇഷ്ടപ്പെടുന്നു, ഗബ്രി പോയി കഴിഞ്ഞപ്പോഴത്തേനും ഒരു വൈബില്ല, ഞങ്ങൾ വീഡിയോ കാണുന്നത് നിർത്തി എന്നൊക്കെ പറഞ്ഞു. ഞാനും അതുപോലെ തന്നെ ശരിയാണ്. ഗബ്രി പോയ ശേഷം ഞാനിപ്പം റെഗുലറായിട്ട് വീഡിയോ ഒന്നും കാണാറില്ല. പിന്നെ വല്ലപ്പോഴും ഇവർ അൺകട്ട് പ്രോമോ എന്നൊക്കെ പറഞ്ഞ് ഈ 30 സെക്കൻഡുകളിൽ ഇരുന്ന് മാത്രമേ ഞാനും കാണാറ്. പക്ഷേ ഗബ്രി ഉണ്ടായിരുന്നപ്പോഴത്തേനും ഒരു ഓളമായിരുന്നു. ഇപ്പം ഏത് പ്രോഗ്രാമായാലും ശരി, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കാണും ഏത് പ്രോഗ്രാം എടുത്താലും. ഗബ്രി ഇച്ചൂടെ നിൽക്കേണ്ട ആളായിരുന്നു. കാരണം ഗബ്രി ജാസ്മിൻ ആ കോംബോ ഒരു 100 ദിവസം പോകാമെന്ന് പറയുമ്പോഴത്തേനും കളി ഇച്ചൂടെ ഇൻറ്റൻസ് ആയതിനെയും കണ്ടിരിക്കാൻ ഒരു രസമായിരുന്നു. ഞാനേതായാലും വീഡിയോ കാണൽ നിർത്തി. എന്താ അറിയത്തില്ല, കാണാനൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ മറ്റ് ടോപ്പിക്കിലേക്ക് ഇപ്പം ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്തു പോവുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ ബിഗ് ബോസ് കാണുന്ന, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന പലരും കാണും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം.